ഇപ്പോൾ ശിവഗിരി ഇത്തവണത്തെ ശിവഗിരി തീർത്ഥാടനത്തിന് തുടക്കമാവുകയാണ്. ഉദ്ഘാടന സമ്മേളനം നടക്കുന്നു. ഉപരാഷ്ട്രപതി സംസാരിക്കുകയാണ് സമ്മേളനത്തിൽ. I bow to this holy soil because this is not just a land, this is a living thought process. ഇന്ന് ഈ 93-ാം തീർത്ഥാടന ദിനം ആചരിക്കുന്ന ഈ വേളയിൽ ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ നിൽക്കുന്നത് വെറുമൊരു ഭൂമിയിലല്ല, മറിച്ച് ഇത് ചലിച്ചുകൊണ്ടിരിക്കുന്ന, ചിന്തിപ്പിക്കുന്ന ഒരു ഭൂമികയാണ്. Shivagiri is not just a place, it is a philosophy. It is not just a journey of the feet, it is a journey of the mind and a journey of the heart. മനസ്സിൻ്റെയും ഹൃദയത്തിൻ്റെയും ഒരു യാത്രയാണ് ശിവഗിരി. ശിവഗിരി വേദാന്തത്തിൻ്റെ ഒരു ഭൂമിയാണ്. When Swami Guru Narayana Guruji has imagined about this pilgrimage, he did not imagine rituals alone. He did not imagine mere tradition, but he imagined about the awakening among the people. ജനങ്ങളുടെ മനസ്സിൽ ഒരു ഉദാഹരണം ആണ് സ്വാമിജി ലക്ഷ്യമിട്ടത് തീർത്ഥാടനം എന്ന സങ്കല്പത്തിലൂടെ. അത് വെറും ചടങ്ങുകൾ മാത്രമായി ഒതുക്കാൻ സ്വാമി ഒരിക്കലും തുനിഞ്ഞില്ല. Narayana Guruji wants to make the awakening through education, through cleanliness and through better organization. നല്ല സംഘാടനത്തിലൂടെയും വിദ്യാഭ്യാസത്തിലൂടെയും ഒക്കെ സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ഉദാത്തമായ ലക്ഷ്യത്തിലാണ് സ്വാമി പ്രവർത്തിച്ചത്. He wants to create the awakening among the people through good work, skill and self-respect. സ്വാഭിമാനം വളർത്തിയും കഴിവുകൾ വികസിപ്പിച്ചും ഒരു പുതിയ ഉത്ഥാനത്തിനായാണ് സ്വാമിജി എന്നും നിലകൊണ്ടത്. This pilgrimage teaches us one simple but powerful truth. Spiritual life and social life cannot be separated. ശിവഗിരി തീർത്ഥാടന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയാണ് ഉപരാഷ്ട്രപതി സി.പി. രാധാകൃഷ്ണൻ.